പൊന്നാനിയിലെ മുട്ടപ്പത്തിരിയും ബീഫും പൊന്നാനിയിലെ ഹനീന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ പോയിട്ട് പുലർച്ചെ അല്ലെങ്കിൽ വൈകിട്ടോ നമ്മളൊക്കെ പോയിട്ട് അവിടുന്ന് മുട്ടപ്പത്തിരിയും ചായയും ബീഫൊക്കെ വാങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ കുറച്ച് കാലങ്ങളായിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ഒരു പള്ളി. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വ്ളോഗാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഷഹീറാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ യാത്ര തുടരുകയാണ്. എല്ലാ സെറ്റപ്പിലാ പോണേ. എവിടെ കൊണ്ടേ കുത്തിയല്ലേ? അങ്ങനെ ഇതാണ് നമ്മുടെ നാട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും, മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ, അതുപോലെ പല വീഡിയോകളും കണ്ടു. അതാണ് നമ്മുടെ നാട്, പച്ച വിരിഞ്ഞ് നടക്കുന്ന നാട്. ഈ നാട് കഴിഞ്ഞ് തൊട്ടപ്പുറം നിങ്ങൾക്കൊരു മല കാണാം. ഈ മലയാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ മല എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ ഈ കാണുന്നത്? ഇതിൻ്റെ മുകളിലൊരു നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു ശില്പമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ പ്ലാൻ ചെയ്യണം. മുട്ടപ്പത്തിരി തിന്നണം പോകണം, ബീഫ് തിന്നാൻ പോകണം, മുട്ടപ്പത്തിരി തിന്നാൻ പോകണം, ബീഫ്, അങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ പ്ലാൻ. കാരണം ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരന്മാർ ഗൾഫിൽ നിന്ന് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പക്ഷെ ഓരോ തിരക്കിൽ പെട്ട് നമുക്ക് ഒന്നിനും പോകാൻ പറ്റിയില്ല. ഓരോരുത്തർക്ക് ഓരോ തിരക്കുകളായി. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഒറ്റ തീരുമാനം, നമ്മൾ പോകില്ലെന്ന് 11 മണിക്കാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ നമുക്ക് വൈകുന്നേരത്ത് പോവാം. വൈകുന്നേരത്താകുമ്പോഴത്തേന് വണ്ടി ചാർജ് ആവും ചെയ്യുന്ന വണ്ടി ചാർജ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോട്ടപ്പുറം പള്ളി. കോട്ടപ്പുറം പള്ളി ഇപ്പോൾ പുതുക്കി പണിതതാണ്. എന്നിട്ട് പുതുക്കി പണിതതിന് ശേഷം സ്ത്രീകൾക്കും നാട്ടിലുള്ള മഹലിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്കും കാണാനുള്ള ഒരു അവസരം നൽകിയതിൻ്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നുണ്ടായി വലിയ വളാഞ്ചേരിയിൽ വരുന്നതിൻ്റെ വഴി. വളാഞ്ചേരിയിലേക്ക് ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ട് മുമ്പായിട്ട് വലിയ ഒന്നും ഞങ്ങളെ ടോണിയുടെ വണ്ടി തരണുണ്ട് കഴിഞ്ഞു. ഒന്നും നോക്കിയില്ല, നേരെ ഇതാണ് ഒരു യാത്ര പുറപ്പാടുള്ള അവസ്ഥകളാണ്. ഇതൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ട, ഇവരൊക്കെ നമുക്ക് നോക്കണ്ടേ. അങ്ങനെ പെട്രോൾ ഇത് കൊണ്ടുവരികയാണ്. കോട്ടപ്പുറം പമ്പ് പോയി. അവൻ്റെ വണ്ടിയാണ്ട് പിന്നെയും കുഴപ്പമില്ല. എണ്ണ കഴിഞ്ഞാൽ ഒന്ന് തള്ളിയിട്ടേലും അപ്പുറത്ത് പമ്പ് പോയിട്ട് നമുക്ക് എണ്ണ മേടിച്ചുകൊണ്ട്. പക്ഷേ നമ്മളെ വണ്ടിയിലാണെങ്കിലോ ചാർജ് കഴിഞ്ഞ് എന്ത് ചെയ്യും? അതാണെങ്കിൽ സ്ലോ ചാർജറും ഒരുപാട് ടൈം എടുക്കും ഒന്ന് ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി എണ്ണ ഒഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണ ഒഴിച്ച് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറം റോഡിലേക്ക് കടന്ന്, വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലേക്ക് കടന്നതിന് ശേഷം പുതിയ ഹൈവേ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും പുതിയ ഹൈവേ വരുന്നത്. അത് ആ ഹൈവേക്ക് കടന്നതിൻ്റെ പണി കഴിയാത്ത റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞാൻ, വള്ളു, പവാറ്, അതുപോലെ തന്നെ ടോണി. അങ്ങനെ കുറ്റിപ്പുറം റോഡിലേക്ക് കടന്നു. ബാക്കിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോർമൽ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പേരുണ്ട്. എന്തോ ക്ഷീണം പവാറിന്, എന്താ അറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരി കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കാണുന്നത് പൊന്നാനി ജംഗ്ഷനിൽ നിന്ന് പൊന്നാനി ബീച്ചിലേക്കുള്ള വഴിയിലാണ്. ചമ്രോട്ട ജംഗ്ഷനിൽ നിന്ന് പൊന്നാനി ബീച്ചിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിനിടയിൽ നമ്മൾക്ക് സംഭവം ഉണ്ടായി. നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലൂടെ എല്ലാം ഇങ്ങനെ പോകുന്നത്, ഡയറക്റ്റ് ഹൈവേയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ടേൺ ചെയ്യണം. അത് ടേൺ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കണം. അതൊക്കെ പറ്റി രസമല്ലേ? അതൊക്കെ ഒരു രസങ്ങളല്ലേ? ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നു. റൈറ്റ് സൈഡിൽ കുളം, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നേരെ കണ്ടതാണ് ഇപ്പോൾ ഹനീന റെസ്റ്റോറൻറ്റ്, മുട്ടപ്പത്തിരിയും ബീഫും കിട്ടുന്ന സ്ഥലം. ഞങ്ങൾ എത്തി. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ വന്നിരുന്നു. ആദ്യം കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ നമുക്ക് പറഞ്ഞു പോരട്ടെ ഓരോ മുട്ടപ്പത്തിരിയും ബീഫും. അങ്ങനെ മുട്ടപ്പത്തിരിയും ബീഫും വന്നു. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ചായ പറഞ്ഞു. പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയും. ഞങ്ങൾ കൊപ്പത്തുനിന്ന് ആണ് പോണത് മുട്ടപ്പത്തിരിയും ബീഫും തിന്നാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ പള്ളി കാണണം.
പള്ളിയുള്ളിൽ കാരണം ഒരുപാട് കാലമായി പള്ളിയുള്ളിൽ പോയിട്ട്, അതായത് പള്ളിയുള്ളിൽ എന്ന് മീൻസ് പൊന്നാനി പള്ളിയുള്ളിൽ പോയിട്ട് ഒരുപാട് കാലങ്ങളായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് തിന്നാൻ പട്ടാമ്പിയിൽ നിന്ന് വന്ന് നമ്മൾ ഈ കൊപ്പത്ത് നിന്ന് വന്നതിൽ ഒരു നഷ്ടം നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ, ഒരു നഷ്ടം തോന്നില്ല. അമ്മാതിരി ടേസ്റ്റാണ് ചപ്പത്തിൽ ബീഫും. നമ്മളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ബീഫിൻ്റെ ഒക്കെ മസാല പോലും. അങ്ങനെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. അഗെയിൻ ഒന്നുകൂടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അവസാനം കാൽക്കുലേറ്റ് ചെയ്യുക 115 രൂപയാണ് ഒരു മുട്ടപ്പത്തിരിയും ബീഫും ഒരു പ്ലേറ്റ്. അതുപോലെ തന്നെ ചായ 10 രൂപ. അങ്ങനെ നമ്മൾ ആസിഫാണ് കായ് കൃഷി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.